കൃഷ്ണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ ഒരു എംബ്രോയ്ഡറിയുടെ വർക്കുമായിട്ടാണ്. അപ്പം നമ്മുടെ വർക്കിൻ്റെ പിക്ചർ ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ നെക്ക് 3 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് അങ്ങോട്ട് 3 ഇഞ്ച്, പിന്നെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ 1.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മളൊരു സ്ക്വയറിൻ്റെ ഒരു പാറ്റേൺ വരയ്ക്കുക. ഈ നെക്ക് നമുക്ക് വേറൊരു തുണിയിൽ ചെയ്താൽ മതി. ഇതേപോലൊരു പീസിനകത്ത് ചെയ്തിട്ട് നമ്മളത് നെക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 3 സൈഡിലും കട്ട് ബീഡ്സിൻ്റെ വർക്കും ഇവിടെ 3 ലെയറായിട്ടാണ്. താഴെ 2 ഭാഗത്ത് മുകളിലും താഴെയും കട്ട് ബീഡ്സും, നടുക്ക് നമ്മൾ ഇതിൽ മെറ്റീരിയലിനോട് ചേരുന്ന ഒരു കട്ട് ബീഡ്സും കൂടാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഇതിന് പൂക്കൾക്ക് ഇതിനെല്ലാം അപ്പം നമുക്കതിന് കുർത്തിയിൽ മെറ്റീരിയൽ കാണിച്ചു തരാമേ എന്തൊക്കെയാണ് ഇതിൻ്റെ വർക്കെന്ന്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ മെറ്റീരിയലിൽ ഇങ്ങനെയാണ് വരച്ചേക്കുന്നത്. അപ്പം നമ്മുടെ മുകളിൽ ഇതുപോലെ ഒരു നെക്ക് വരും. ഇതിങ്ങനെ വരച്ചിട്ടുണ്ട്. സ്ക്വയർ നെക്കിലാണ് സ്ക്വയർ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കപ്പോൾ യു മതിയെങ്കിൽ യു ചെയ്യാം, ഏത് രീതിയിലും ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ആൻറ്റിക്യൂ കളറിലെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡ്രസ്സിന് മാച്ചിങ് ആയ ഒരു കളർ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് കട്ട് ബീഡ്സ് വെച്ച് നമ്മൾ ബാക്കിലോട്ട് ചെയ്തിങ്ങി വന്നാൽ മതി. ഒരു കട്ട് ബീഡ്സ് കുത്തിയെടുത്തു. അടുത്ത കട്ട് ബീഡ്സ് നമ്മൾ ബാക്കായിട്ട് തന്നെ അങ്ങ് ചെയ്തിങ്ങി പോന്നാൽ മതി. ഈ സെയിം കട്ട് ബീഡ്സിൻ്റെ വർക്ക് തന്നെയാണ്. ഈ ലെയർ ഫുള്ള് ഇങ്ങനെ വരും. അതേപോലെ മേലോട്ട് പോകുന്നുണ്ട്. അതേപോലെ ഈ സൈഡിലും മേലോട്ട് പോകുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഇവിടെ വേറെ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലും ഇതേ സെയിം കട്ട് ബീഡ്സിൻ്റെ വർക്ക് തന്നെയാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഈ ഭാഗത്ത് കളർ ബീഡ്സിൻ്റെയാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അതാണെങ്കിൽ 2 എണ്ണം വെച്ച് കോർത്തിട്ട് ഒരു ശകലം ചരിച്ച് ചെയ്യണേ. ഒരു ക്രോസ് ആയിട്ട് വേണം ചെയ്യാൻ, നേരെ ആകരുത്, ഒന്ന് ചരിച്ച്. നമ്മൾ ക്രോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചരിച്ച് വേണം ചെയ്യാൻ. മേലിൽ നിന്ന് എടുത്തിട്ട് താഴോട്ടൊരു ക്രോസ്. അങ്ങനെ കളർ ബീഡ്സ് വെച്ചിട്ട് അങ്ങനെ ക്രോസ് ചെയ്ത് വേണം ചെയ്യാൻ. ഇങ്ങനെയാണ് നമ്മുടെ താഴത്തെ ആ ലെയറിൻ്റെ വർക്ക് വരുന്നത്. ഒരു താഴ്വശത്ത് ആൻറ്റിക്യൂ കളറിലെ കട്ട് ബീഡ്സും, അതിന് നടുക്ക് നമ്മൾ ഏത് കളറാണോ ഒരു കളർ ബീഡ്സും, അതിൻ്റെ മേലെ അതേ ആൻറ്റിക്യൂ കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ ആ ഒരു ഓവൽ ഷേപ്പ് ഉണ്ടല്ലോ, അവിടെ നമ്മുടെ കട്ട് ബീഡ്സിൻ്റെ തന്നെ വർക്കാണ് വരുന്നത്. അപ്പം
അപ്പോൾ ഇങ്ങനെയാണ് ഈ വളവ് വന്നേക്കുന്നത്. ഈ വളവ് പോലെ ഇതെല്ലാം ഇതേപോലെ തന്നെ ചെയ്യണേ. ഈ വളവുണ്ടല്ലോ, ഇതെല്ലാം ഇതേ രീതിയിൽ ചെയ്യണേ. ഇനി എന്നിട്ട് ഈ വളവിനകത്ത് ചെറിയൊരു കട്ട് ബീഡ്സിൻ്റെ ഒരു ഷുഗർ ബീഡ്സിൻ്റെ ഒരു ചെറിയൊരു സർക്കിൾ വരുന്നുണ്ട്. അതും കൂടെ കാണിക്കാമേ. അപ്പം നമ്മൾ പിന്നെ ഒരു വളയം വരച്ചല്ലോ, ഇതിനകത്തിൽ അതിൻ്റെ നടുക്ക് ഒരു ഷുഗർ ബീഡ്സിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, ഒരു വർക്ക് വരുന്നുണ്ട്. അതിന് ഒരു ഷുഗർ ബീഡ് നടുക്ക് വെച്ചിട്ട് അതിന് ചുറ്റും ഒരു ലെയർ ഷുഗർ ബീഡ്സ് വെക്കുകയാണ്. അപ്പം ഒന്നിനും ചുറ്റും 7 ഷുഗർ ബീഡ്സ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരു ഫ്ലവർ ഷേപ്പിൽ ചെയ്യുന്നതാണ്. അതുപോലെ മറ്റേ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാമേ. ഒരു ഷുഗർ ബീഡ് ആദ്യം കുത്തിയെടുത്തു, അതിന് ചുറ്റും 7 ഷുഗർ ബീഡ് റൗണ്ട് നമ്മൾ ചെയ്തെടുക്കണേ. എന്നിട്ട് ഓരോ വശവും അത് കുത്തി അവിടെ ഉറപ്പിച്ച് വെക്കണേ. ഇനി നമുക്ക് ഈ ഫ്ലവറും ലീഫും കൂടെയുള്ള ഇത് ഫ്ലവറാണ്. ഇതിൻ്റെ മേലെയും താഴെയും ലീഫുകളാണ്. അപ്പോൾ അതും കൂടെ എങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മളിപ്പോൾ ഈ ലീഫ് ചെയ്യുന്നത് കളർ കട്ട് ബീഡ്സ് എടുത്തിട്ടാണ്. 3 കളർ കട്ട് ബീഡ്സ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഇതേപോലെ തന്നെ ലീഫ് ചെയ്യണേ. 3 എണ്ണം എടുത്ത് ഒരു സൈഡിലും മറ്റേ സൈഡിൽ 3 എണ്ണം എടുത്തിട്ട് അതേപോലെ നമ്മൾ 3 ലീഫും ഇതേപോലെ തന്നെ ചെയ്യണേ. അങ്ങനെ 3 കളർ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ലീഫിൻ്റെ ഒരു നടുക്ക് ഭാഗത്തെ ലീഫ് ചെയ്തെടുത്തു. ഇനി ഈ രണ്ട് സൈഡിലോട്ടുമുള്ള ലീഫ് നമ്മൾ ഗോൾഡൻ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ 3 കട്ട് ബീഡ്സ് വെച്ചിട്ട് ഒരു ഭാഗം ചെയ്തു. മറ്റേ ഇതുപോലെ തന്നെ ആൻറ്റിക്യൂ കട്ട് ബീഡ്സ് കൊണ്ട് തന്നെ നമ്മൾ മറ്റേ ലീഫ് ഒന്ന് ചെയ്തെടുക്കണേ. അപ്പോൾ ഈ 2 ഭാഗത്ത് നമ്മൾ ഒരേ ഡിസൈനിലാണ് ചെയ്യുന്നത്. ഇനി എന്നിട്ട് നമുക്ക് നടുവിൽ ഒരു ഫ്ലവറുണ്ട്, ആ ഫ്ലവറിനുള്ള വർക്ക് കൂടെ കാണാമേ. അവിടെ ആണെങ്കിൽ നടുക്കൊരു ഷുഗർ ബീഡ്സ് വെച്ചിട്ട് അതിന് ചുറ്റും 7 ഷുഗർ ബീഡ്സ് കോർത്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യത്തില്ലേ, മുമ്പ് ചെയ്ത അതേ ഫ്ലവറിൻ്റെ നടുക്ക് അതേപോലെ ചെയ്യണേ. ചുറ്റിനും 7 ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കണം. ഈ പൂവിന് ഇപ്പം നമ്മൾ ഷുഗർ ബീഡ്സ് കൊണ്ട് ചെയ്തു. ഇനി അതിന് ചുറ്റുമുള്ള ഇതളുകളുണ്ടല്ലോ, അതാണെങ്കിൽ നമ്മൾ ആൻറ്റിക്യൂ കട്ട് ബീഡ്സ് കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യണം ഈ ഇതളിന് ചുറ്റും. എന്നിട്ട്
ഇതിൻ്റെ നടുക്ക് ഒരു ലൈനുണ്ട്, എല്ലാ പൂവിനും ഇതളിനും നടുക്ക് ഒരു ലൈനുണ്ട്. അത് നമ്മൾ ഈ കളർ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യണം. അപ്പം നമ്മുടെ പൂവിൻ്റെ ആ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇനി എന്നിട്ട് അതിൻ്റെ നടുക്ക് 3 കളർ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഏതളിൻ്റെ നടുക്ക് ചെയ്യണേ. 3 കളർ 2 കളർ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യണേ. 2 വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ആ പൂവിൻ്റെ ലുക്ക് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മോൾ ഭാഗത്തും ഒരു പൂവും 3 ഇലയും കൂടെ ഉള്ളതുകൊണ്ട് അതും ഈ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത്. അതും കൂടെ ചെയ്തിട്ട് കാണിക്കാം. ഇനി എന്നിട്ട് നമ്മുടെ തന്നെ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ ചുറ്റും നമ്മൾ ഈ ആൻറ്റിക്യൂവിൻ്റെ കട്ട് ബീഡ്സും കൊണ്ട് ഈ ലെയർ, ഈ വളവ് ചുറ്റും ഇങ്ങനെ താപ്പോട്ട് ചെയ്യണേ. ആദ്യത്തെ ഒരു ലെയർ ചെയ്യണം. പിന്നെ എന്നിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ ഈ ഒരു ലെയർ ആൻറ്റിക്യൂ കളറ് കട്ട് ബീഡ്സ് കൊടുത്തു. ഇനി അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഷുഗർ ബീഡ്സും കൊണ്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ ചുറ്റും ഷുഗർ ബീഡ്സാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഷുഗർ ബീഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ലെയർ കൂടെ കട്ട് ബീഡ്സ് കൊടുത്ത് ഇങ്ങനെ പോവാന്നേ. ഇങ്ങനെ മേലോട്ട് കട്ട് ബീഡ്സ് കൊടുത്ത് പോവാന്നേ. അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കാണിക്കാമേ. അപ്പം നമ്മുടെ ഈ ഫുള്ളും വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫുൾ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. ഇതിൻ്റെ യോക്ക് ഭാഗത്ത് സെപ്പറേറ്റ് നമ്മൾ പിന്നെ എംബ്രോയ്ഡറി ചെയ്താണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ആ യോക്ക് ഭാഗത്തിൻ്റെ ഈ ഇത്രയും ഭാഗത്ത് മാത്രം പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. 3/4 സ്ലീവാണ്. ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ എന്താ, പിന്നെ ബാക്കിൽ എലൈൻ മോഡലിലാണ്. അപ്പോൾ ഈ കുർത്തി ആർക്കെങ്കിലും വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമൈസേഷൻ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 699 പ്ലസ് ഷിപ്പിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ കളറെന്ന് പറയുന്നത് റാണി പിങ്ക് കളറാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്